മകളെ ഒരു അടിപൊളി റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കണേ, എപ്പോഴും ഈ റേഷ്യോ മെൽറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പെട്ടി വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെട്ടി ആദ്യം തന്നെ വരയ്ക്കുന്നു. ദാ പിടിച്ചോ ഫസ്റ്റ് പാർട്സ് 1, 2. ഇവിടെ 2 കോണുകൾ തമ്മിലുള്ള പരിപാടിയാണിത്. അതുകൊണ്ട് 2 കോണുകൾ അവിടെ വരച്ചു, മനസ്സിലാൻ വേണ്ടി മാത്രം. യെസ്, പാർട്സിൽ വോളിയം എന്ന് പറയുന്നത് രണ്ടും സെയിം ആണെന്നാ പറഞ്ഞത്. സെയിം എന്ന് പറയുമ്പോൾ എനിക്ക് 1 കൊടുത്തൂടെ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, റേഡിയസ് എന്ന് പറയുന്നതിന്റെ റേഷ്യോ 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് H1 H2 എന്ന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വോള്യത്തിന്റെ കേസാണ്. അതുകൊണ്ട് തന്നെ റേഷ്യോന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും V1/V2 എന്നാണ് എഴുതേണ്ടത്. V1/V2 ഈസ് ഈക്വൽ ടു എന്താണ് കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr²h എന്നല്ലേ. അത് താഴത്തും വരും 1/3 πr²h. കുഴപ്പമുണ്ടോ? ഇവിടെ വോളിയം എന്ന് പറയുന്നത് 1 ആണ്. വൈ 1, V1ഉം V2ഉം 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പറയും 1/3 ഇൻറ്റു പൈ ഇൻറ്റു r². ആരാ? r² എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 4² ഇൻറ്റു ഹൈറ്റ് അറിയില്ല H1 ബൈ 1/3 ഇൻറ്റു പൈ ഇൻറ്റു രണ്ടാമത്തേതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5² ആണ് ഇൻറ്റു H2. കുഴപ്പമുണ്ടോ? 1/3ഉം 1/3ഉം വെട്ടിപ്പോയി, പൈയും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 1/1 ഈസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16 ആണ്. 16 H1 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ 25 ആണ്. 25 H2 എന്ന് കിട്ടും. ആ മുകളിലുള്ള 16 ഈക്വലിറ്റിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അടിയിൽ വരും. ഇവിടെ അടിയിലുള്ള 25 ഈക്വലിറ്റിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മുകളിലേക്കും വരും. സോ 25/16 ഈസ് ഈക്വൽ ടു H1/H2 എന്ന് കിട്ടി. എന്ത് കിട്ടി? H1/H2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം H1:H2 എന്തായിരിക്കടാ? ദാറ്റ് ഈസ് 25:16 എന്ന് ആൻസർ കിട്ടി. സെറ്റ് അല്ലേ?